മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. കൊല്ലുമെന്നു പറഞ്ഞാൽ കൊല്ലുമെന്ന സന്ദേശത്തിൽ വിദ്യാർത്ഥി പറയുന്നു. കൂട്ടത്തലയിൽ മരിച്ചാൽ പ്രശ്നമില്ലെന്നും കേസെടുക്കില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ, അത് മാത്രമല്ല. പിന്നെ ഫഹദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു, എൻ്റെ ഫുള്ളാ. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. പാറോലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരണം. സംഭവത്തിൽ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി റിയാസ് കേബാർ ചേരുന്നുണ്ട്. റിയാസ്, അവരുടെ ശബ്ദ സന്ദേശം നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. കൊല്ലുമെന്നും പറഞ്ഞാൽ കൊല്ലും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾ അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരിത, അങ്ങേയറ്റം ദയനീയമായ ഒരു സംഭവം. അതായത് വിദ്യാർത്ഥികൾ പകപോക്കി ഒരാളെ കൊലപ്പെടുത്തുന്നു എന്നുള്ളത് പരസ്പരമുള്ള ഏറ്റുമുട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. നേരത്തെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷം, അത് ഞായറാഴ്ചയായിരുന്നു ആ സംഘർഷം നടന്നത്. ആ ഫെയർവെൽ പാർട്ടിക്കിടെ ഈ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവിടെ ഒരു ഡാൻസ് പരിപാടി അവതരിപ്പിച്ചിരുന്നു. ആ ഡാൻസിന്റെ പെട്ടെന്ന് ഫോൺ ഓഫ് ആവുകയും അത് പാട്ട് നിൽക്കുകയും ചെയ്തു. ആ ഫോണിന്റെ തകരാർ മൂലം പാട്ട് നിന്നു. തുടർന്ന് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അത് കൂവി വിളിച്ചു. അവിടെ ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന് പിന്നാലെ തന്നെ അത് അധ്യാപകരെല്ലാം തന്നെ ഇടപെട്ട് ആ രംഗം ശാന്തമാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വാട്സപ്പിലും ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലും ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ഇതിനൊരു പ്രതികാരം ചെയ്യണം, നമുക്ക് ഇതിൽ പക പോക്കണം, പകവീട്ടണം എന്ന തരത്തിലുള്ള ഒരു ആഹ്വാനം പരസ്പരം ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 2 വിഭാഗം വിദ്യാർത്ഥികളും, അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ പരസ്പരം കൊമ്പുകോർക്കുന്ന, കൊലവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടെ ഈ ഷഹബാസ് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികൾ വിളിച്ചതനുസരിച്ചാണ് ഷഹബാസ് ഈ സ്ഥലത്ത് എത്തുന്നത്. അവിടെ വെച്ചാണ് ഷഹബാസിന് നഞ്ചക്ക് കൊണ്ടുള്ള അടിയേൽക്കുന്ന സാഹചര്യം, മാരകായുധം കൊണ്ടുള്ള അടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ പുറത്ത് കാണാനത്ര പരിക്കുണ്ടായിരുന്നില്ല. ഈ സംഭവം കഴിഞ്ഞ് ഷഹബാസ് നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടുകാരോട് ഈ സംഭവം ഒന്നും തന്നെ ഷഹബാസ് പറഞ്ഞിരുന്നില്ല. പിന്നീട് ഷഹബാസിന് അവശതയുണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മാത്രമാണ് രക്ഷിതാക്കൾ പോലും ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നത് തന്നെ. അങ്ങനെ ഇത് പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് ഈ ഒരു സംഭവത്തിൽ പ്രാഥമികമായ കേസ് എടുക്കുന്നു. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങുന്നത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരു വിദ്യാർത്ഥി രക്തസാക്ഷിയായിരിക്കുന്നു എന്ന ദയനീയമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അക്രമത്തിന് ശേഷവും വിദ്യാർത്ഥികളുടെ പകയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മനോഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്പം മുൻപ് നമ്മൾ കേട്ട ഇൻസ്റ്റഗ്രാം ചാറ്റിലെ ആ ഓഡിയോ സന്ദേശം വ്യക്തമാക്കുന്നത്. അതിലൊരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, എടാ ഞാൻ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴെന്തായി ഷഹബാസിന്റെ അവസ്ഥ, അവന്റെ കണ്ണ് പോലും ഇപ്പോൾ ഇല്ല, നോക്കൂ എന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ് ഒരു വിദ്യാർത്ഥി. ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം സന്ദേശത്തിൽ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അപ്പോൾ മറ്റൊരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, എടാ ഈ ഏറ്റുമുട്ടി മരിച്ചാൽ അത് വലിയ കേസൊന്നും ആവില്ല, കാരണം അവർ ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് അങ്ങേയറ്റം ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇതിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയും ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒക്കെ, വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട്. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് അന്വേഷിച്ച് നൽകാൻ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ പോലീസും കർശനമായ നടപടിയിലേക്ക് നീങ്ങുന്നു. ഈ 5 വിദ്യാർത്ഥികൾക്കെതിരെ, താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്ക് നേരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു.
അറിയിച്ചിരിക്കുന്നു. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുൻപിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ രക്ഷിതാക്കൾക്കെതിരെയും കേസെടുക്കാനുള്ള സാഹചര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നിലവിൽ ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുള്ളത്. ആ 5 പേർക്കെതിരെയാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷം നേരെ ഖബറടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. ഹരിത. ശരി, റിയാസ് KM ആണ് വിശദാംശങ്ങൾ നൽകിയത്.